ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഈസ്റ്റർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ ഈസ്റ്റർ ശുശ്രൂഷകൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്നു. മുൻ പോപ്പുമാരിൽ നിന്ന് വ്യത്യസ്തനായി സാധാരണ പുരോഹിതന്റെ വേഷത്തിലാണ് പാപ്പ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഒരു സുഹൃത്തിനെപ്പോലെ ഹൃദയത്തിൽ സ്വീകരിക്കാനും വിശ്വസിക്കാനും മാർപ്പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. കുരിശുമരണത്തിന്റെ 3-ാം നാൾ യേശുദേവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയിലാണ് ഈസ്റ്റർ ആഘോഷങ്ങൾ. ഈസ്റ്ററിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ സൂസൈപ്പാക്യം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊച്ചി വൈദികയിലെ പൊന്നുരുത്തി യാക്കോബായ പള്ളിയിൽ സഭാ മുഖ്യവക്താവ് ഫാദർ വർഗീസ് കല്ലാപ്പാറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതീകാത്മകമായി ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും പ്രഖ്യാപനവും പ്രദക്ഷിണവും വന്ദന ശുശ്രൂഷയും നടന്നു. കോഴിക്കോട് മേരിമാത കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പാതിര കുർബാനയ്ക്ക് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ഈസ്റ്റർ ദിന ചടങ്ങിന് അങ്കമാലി ഭദ്രാസനാധിപൻ ബിഷപ്പ് പോളികാർപ്പസ് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.